ഇങ്ങനത്തെ പടങ്ങളിൽ ഗവൺമെൻറ് ടാക്സ് ഇടാതെ കാണിക്കേണ്ടതാണ്. രജികുമാർ സാർ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നെഗറ്റീവ് റോളൊക്കെയാണ്. MG സോമൻ പറഞ്ഞ പഴയ സോമൻ ആ സ്റ്റൈലിൽ ആക്ടിങ് ആണ് തോന്നിയത്. രജികുമാർ സാർ കുറച്ച് നെഗറ്റീവ് ടച്ചുള്ള റോളാണ്. എനിക്ക് പുള്ളിയുടെ ആക്ടിങ് കണ്ടപ്പോൾ പഴയ ആക്ടർ MG സോമൻ ആ സ്റ്റൈലിൽ ആക്ടിങ് തോന്നിയത്. ആദ്യം ചിലപ്പോൾ പോസിറ്റീവ് തോന്നും, ചിലപ്പോൾ നെഗറ്റീവ് തോന്നും. ക്ലൈമാക്സിലാണ് മനസ്സിലായി അത് തോന്നി, അവസാനം എത്ര കൊടുക്കാമെന്ന് തോന്നി. എന്തായാലും നല്ല അഭിനയമാണ്, നന്നായി അഭിനയിച്ചിട്ടുണ്ട്. നല്ല ട്വിസ്റ്റെല്ലാം ഉണ്ട്. നമുക്ക് അവസാന നിമിഷം മനസ്സിലാവില്ല ഇയാൾ ആരാണ്. ആദ്യം പോസിറ്റീവ് തോന്നും, നെഗറ്റീവാണ് പോസിറ്റീവാണ് അവസാനം മനസ്സിലാവില്ല. നല്ല ഭാവിയുണ്ട്. രജികുമാർ സാർ നല്ല ഭാവിയുണ്ട്. എനിക്കൊരു MG സോമൻ സ്റ്റൈൽ ആക്ടിങ് ഞാൻ കണ്ടത്, അല്ലെങ്കിൽ നരേന്ദ്ര പ്രസാദ് ആ സ്റ്റൈൽ ആക്ടിങ് കണ്ടത്. നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്, നല്ല മെസ്സേജ് ഉണ്ട്. ഡ്രഗ്സും ആൽക്കഹോളിനെതിരെയുള്ള പുള്ളിയുടെ. പിന്നെ സീമ ചേച്ചി ആണെങ്കിലും കലാഭവൻ റഹ്മാനാണെങ്കിലും എല്ലാവരും എന്നെ അഭിനയിച്ചിട്ടുണ്ട്. അവസാനം ട്വിസ്റ്റ് ഉണ്ട്. സെക്കൻഡ് പാർട്ട് ഇനിയും കണ്ടിന്യൂ ചെയ്യും തോന്നുന്നു. സെക്കൻഡ് പാർട്ടിൽ വരാൻ സാധ്യതയുണ്ട്. എല്ലാം കൊണ്ട് നല്ല പടം, യാതൊരു ലാഗും ഇല്ല. ഞാൻ എപ്പോഴും പറഞ്ഞ ലാഗില്ല. ഒപ്പം നല്ല സോഷ്യലി റെലവൻ്റ് മെസ്സേജ് ഉണ്ട്. ഒരുപാട് കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന പല കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. വെറും എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, നല്ല മെസ്സേജ് ഉണ്ട്. അത് കണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ മെസ്സേജ് ഉൾക്കൊണ്ടിട്ടാണ് പോകണം. ആനിഷ് സാർ കുറച്ച് നെഗറ്റീവാണ്. പഴയ MG സോമനല്ലേ ആ സ്റ്റൈൽ ആക്ടിങ് എനിക്ക് തോന്നിയത്. സോമൻ സുകുമാരൻ പറയുന്നത് എൻ്റെ നല്ല പടമാണ്, ഇതെല്ലാവരും കണ്ട പടമാണ്. ഗവൺമെൻറ്റിൻ്റെ ടാക്സ് ഈടാക്കാതെ കാണിക്കേണ്ട പടമാണ്. അങ്ങനത്തെ മെസ്സേജ് ഉള്ള ഫിലിമാണ്. സ്പിരിറ്റിൽ കൊണ്ട് കാണിച്ച പോലെ എനിക്ക് OTT കണ്ടു പോകാൻ സാധ്യതയുണ്ട്. കാരണം നല്ല മെസ്സേജ് ഉണ്ട്, നല്ല എല്ലാം കൊണ്ട് നല്ല പടമാണ്.